അസ്സലാമലൈക്കും. സജന ഹാക്കിം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സൺഡേ വ്ളോഗായിട്ടാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ സൺഡേ വിശേഷങ്ങളാണ്. അപ്പോൾ സൺഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ. അപ്പോൾ കുക്കമ്പർ കൊണ്ട് അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ സെമി പായസം അടിപൊളി വ്ളോഗാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. സൺഡേ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുത്ത് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ തീയൊക്കെ ഇട്ട ശേഷം പിള്ളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശയും ഗ്രേവിയും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിള്ളേഴ്സ് കൊണ്ടു കൊടുത്തു. അതിനുശേഷം ബീഫ് കറിയായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബീഫ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടോ പോകുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത വെള്ളം ഞാൻ നേരെ എവിടേക്കാണെന്ന് പോകാമെന്നറിയാം. വെള്ളം കൊണ്ട് ഞങ്ങളുടെ പച്ചമുളക് തൈക്ക് ഒഴിച്ചെടുക്കാൻ കേട്ടോ. നല്ലപോലെ കായ്ക്കിട്ടോ. ഈ നമ്മുടെ ബീഫിൻ്റെയും അതുപോലെ തന്നെ ഫിഷ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നല്ലപോലെ കായ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കുന്ന നാടൻ രീതിയിലുള്ള നമ്മുടെ ബീഫ് കറി വിറകടുപ്പിലായാലോ കൂട്ടുകാരെ. ഉച്ചക്കത്തെ ലഞ്ചിനുള്ള ചോറിന് ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ നമ്മുടെ ബീഫ് കറി തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാടൻ രീതിയിലുള്ള വിറകടുപ്പിൽ നമുക്ക് ബീഫ് കറി ഇങ്ങോട്ട് തയ്യാറാക്കാം അല്ലേ. അങ്ങനെ എല്ലാ ഐറ്റംസ് പൊടികളൊക്കെ ഇട്ട ശേഷം ചെറുനാരങ്ങ നീര് നല്ലപോലെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ഇട്ടങ്ങായിട്ട് കുറച്ച് വെള്ളം മാത്രം ഏഡ് ചെയ്തങ്ങായിട്ട് നല്ലപോലെ കൈ വെച്ച് എന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കും കൂട്ടുകാരെ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വിറകടുപ്പിലുണ്ടാക്കുന്ന ഇത്രയും രുചികരമായ ബീഫ് കറി വേറെ കാണില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി റെഡിയാക്കിയ ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നേരെ നമുക്ക് അടുപ്പിലേക്ക് വെച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞങ്ങോട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്കാട്ടോ ഞാൻ കിടക്കുന്നത്. സബോളൊക്കെ തൊലി കട്ട് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ തീ നല്ലപോലെ ആളിക്കത്തുന്നുണ്ട്. വേഗം തന്നെ നമുക്ക് സബോള അങ്ങനെ അരിഞ്ഞിങ്ങായിട്ട് നേരെ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാം. അപ്പോൾ മസാല വേഗം തന്നെ ഉമ്മ റെഡിയാക്കി തരും. അപ്പോൾ നേരെ തന്നെ നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചെടുക്കാമല്ലേ. വിറകടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വിറകടുപ്പ് എന്തോ എനിക്കറിയില്ല കേട്ടോ, ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചെടുത്തു. കുക്കു കുക്കു എന്ന് വിളിച്ചിങ്ങായിട്ട് ഒരു 8 വിസിലിന് ശേഷം നമ്മുടെ ബീഫ് കറി സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ചധികം നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3-4 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ. മസാല ഉമ്മ റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയ്യിൽ സബോള അരിഞ്ഞത് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതങ്ങോട്ട് സെറ്റാക്കി ഉമ്മ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ചേർത്ത് കേട്ടോ. ഞാനത് വീഡിയോസ് എടുക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ നല്ലപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പാകത്തിന് കുറച്ചും കൂടി ഉപ്പ് എടുത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാട്ടോ. എന്നിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ബീഫ് കറിക്ക് ഇത്ര ടേസ്റ്റോ ആരും ചോദിച്ചു പോകും. അത്രയും ടേസ്റ്റിലാണ് നമ്മുടെ ബീഫ് കറി സെറ്റായി കിട്ടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കാനാട്ടോ പോകുന്നത്. എല്ലാവരും വരുന്നോ, വായോട്ടോ. അപ്പം ഞങ്ങൾ തുമ്പപ്പൂ പോലുള്ള ചോറും ബീഫ് കറിയും പിന്നെ അച്ചാറ് പപ്പടം, ഇതാട്ടോ ഞങ്ങളുടെ ഊണ്. എല്ലാവരും വായോ, എല്ലാവർക്കും ഊണ് തരാട്ടോ. അങ്ങനെ തുമ്പപ്പൂ പോലുള്ള ചോറ് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ടു. ഇനി അടുത്തതായി വിറകടുപ്പിൽ ഉണ്ടാക്കിയ അസാധ്യ ടേസ്റ്റിലുള്ള ബീഫ് കറി നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ പപ്പടവും അച്ചാറും. ഇനി ഊണ് കഴിക്കാൻ പോകാം അല്ലേ. അങ്ങനെ ഊണൊക്കെ കഴിച്ചതാ. അതിനുശേഷം ഒരു 3 മണിക്ക് ശേഷം ഞങ്ങൾ കുക്കുംബർ കൊണ്ട് അടിപൊളി ജ്യൂസ് റെഡിയാക്കി എടുക്കാനാട്ടോ പോകുന്നത്. കുക്കുംബർ കട്ട് ചെയ്തത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടെടുത്തു. പിന്നെ നമ്മൾ പാലങ്ങ് തിളപ്പിച്ചിട്ടു. എന്നിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചു. എന്നിട്ട് തണുപ്പിച്ചെടുത്തതാണ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ 2 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ഏലക്കായ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം പാകത്തിനുള്ള ഷുഗർ,
അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാട്ടോ പോകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലൊന്ന് കറിക്ക് അങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ, കൊണ്ടുവരാട്ടോ. അങ്ങനെ ഇതാ കറിക്കെടുത്ത് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടുകാരി. വളരെ അസാധ്യ ടേസ്റ്റിലുള്ള ഡ്രിങ്കാണ് ഈ ചൂടുകാലത്ത്. നമുക്കൊരു ആശ്വാസമാകട്ടോ ഇതുപോലത്തെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയാൽ. പിള്ളേഴ്സിനുള്ളതാ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ആനിവേഴ്സറി ഫംഗ്ഷൻ്റെ ആയിരുന്നു കേട്ടോ. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് ആയിരുന്നു. അതിൽ ഞാൻ പകുതി ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വോയിസ് ഓവർ കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തോ പോയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യണം. ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണ്. ഫംഗ്ഷൻ അതിഗംഭീരമായിട്ടാണ് പാത്തൂസിൻ്റെ സ്കൂളിൽ ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ ആരും അത് സ്കിപ്പ് ചെയ്തവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് പോയി കണ്ടു. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണെടുക്കില്ല ഫോണിൽ നിന്ന്, അത്രയും ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണ് ആനിവേഴ്സറി ഫംഗ്ഷൻ. അതിഗംഭീരമായി ആഘോഷിച്ച വീഡിയോസാണ്. കുഞ്ഞു മക്കളുടെ ഡാൻസ് കാണുമ്പോൾ നിങ്ങൾ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്തെങ്കിൽ ഫുള്ളായി കാണുക, ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ ഇതാ സേമിയ പായസമാണ് ഇവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോസിൻ്റെ കാര്യങ്ങളാട്ടോ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ സേമിയ പായസത്തിനുള്ള പാൽ ഒഴിച്ചോ, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു നല്ലപോലെ വെട്ടി തിളച്ചപ്പോൾ ഏലക്കായ ചതച്ചത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കേട്ടോ. പാൽ നല്ലപോലെ വേവണം. അങ്ങനെ അതിന് ശേഷം വറുത്ത സേമി നോക്കുകയാണ് കേട്ടോ നമ്മൾ സേമിയ പായസം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയായ സേമിയ പായസമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കൈവിടാതെ തന്നെ ഇളക്കണം. കൈവിട്ടാൽ പിന്നെ അടി പിടിക്കും കേട്ടോ. അപ്പം നല്ലപോലെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അവധിക്കാലമല്ലേ, പാത്തൂസും ആച്ചിമോനും എന്താണ് ഇഷ്ടം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാട്ടോ എനിക്കിഷ്ടം. നിങ്ങളെങ്ങനെയാ? വെക്കേഷനിലൊക്കെ ടൂറ് പോകാറുണ്ടോ? ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഈ അടുക്കളയിലും അതേപോലെ തന്നെ വീടിനുള്ളിലുമാണ് കേട്ടോ. ഞങ്ങളങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്ന ആളല്ല, എന്നാലും പാർക്കിലേക്ക് ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അങ്ങനെ തീ അങ്ങോട്ട് ഓഫ് ചെയ്തു. പിന്നെ ഇതാ മിൽക്കി മേഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സേമിയ പായസത്തിൽ നമ്മൾ മിൽക്കി മേഡ് ചേർത്ത് പായസം തയ്യാറാക്കിയ പ്രത്യേക ഒരു ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതാ റോസ്റ്റ് ചെയ്തെടുത്തത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തങ്ങായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ചെറു തീയിലാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. നല്ലപോലെ കൈവിടാതെ മിക്സാക്കി അടിപൊളി ടേസ്റ്റിയായ ഈ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ സേമിയ പായസം സെറ്റാക്കിയെടുത്തു. ഓരോ ദിവസവും മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാട്ടോ എൻ്റെ പ്ലാൻ. പിന്നെ ഇടയ്ക്ക് ടൂറും കാര്യങ്ങളും കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേമിയ പായസം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് രേഖപ്പെടുത്തുക. ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോരുത്. അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.